ഗൈസ്, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷനെ ചോദിച്ചിട്ട്. ഈ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണോ, ചടങ്ങുണ്ടോ, എന്തെങ്കിലും സീനുണ്ടോ ചെയ്യുന്നതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാനഡയിൽ എത്തുന്ന കുട്ടികൾ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഏജൻസീസിൻ്റെ കയ്യിൽ $400-600 കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കാര്യമില്ല. $150 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ ആ ഒരു ഫുൾ 8 മാസത്തെ പ്രോഗ്രാം തീരുന്നതിന് ഒരു 4 മാസം, അതായത് ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പോയി ഇൻ്റർനാഷണൽ ഓഫീസിലോ രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയിട്ടോ പുതിയ ഓഫർ ലെറ്റർ മേടിക്കണം. ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യണം. ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ആ ഓഫർ ലെറ്ററും ഈ LOA എന്നാണ് പറയുന്നത്, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, ആ LOA വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോയിൽ ഫുള്ള് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ IRCCയുടെ വെബ്സൈറ്റിൽ പോകുക എന്നുള്ളത്. അപ്പോൾ IRCCയുടെ വെബ്സൈറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇമിഗ്രേഷൻ റെഫ്യൂജി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ വെബ്സൈറ്റിൽ പോവുക. മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സൈൻ ഇൻ ഓർ ക്രിയേറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുക, GC. ഇപ്പോൾ ഞാൻ ഒരു സാമ്പിൾ അക്കൗണ്ടിൽ കയറിയിരിക്കുകയാണ്. കയറി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള അപ്ലൈ ടു കം ടു കാനഡ. ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കണ്ട. സെക്കൻഡ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വിസിറ്റർ വിസ, സ്റ്റഡി ഓർ വർക്ക് പെർമിറ്റ്. ഇത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്ന ഒരു ഫോമാണ്. നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റഡിയാണ് ചെയ്യേണ്ടത്. ടെമ്പററി മോർ ദാൻ 6 months, അതായത് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് മിനിമം 8 months ആണല്ലോ. അപ്പോൾ മോർ ദാൻ 6 months കൊടുക്കുക. പാസ്പോർട്ടിലെ കോഡ് ഇന്ത്യ, കറണ്ട് കൺട്രി ഓഫ് റെസിഡൻസ് നമ്മൾ ഓൾറെഡി കാനഡയിലാണെങ്കിൽ കാനഡ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത US സിറ്റിസൺ ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, സ്റ്റുഡൻ്റ് ആണ്. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആയിട്ടുള്ളവർ മാരീഡ് കൊടുക്കുക, എല്ലാത്തരും നെവർ മാരീഡ് കൊടുക്കുക. പ്രൊവിൻസ് ഓഫ് ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കോളേജ് എവിടെയാണോ അത് കൊടുക്കുക. ഒൻറ്റാരിയോയിലാണ് എൻ്റെ കോളേജ്, സോ ഒൻറ്റാരിയോ. റിസൾട്ട്സ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റഡി പെർമിറ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമുക്ക് ചെക്ക് ലിസ്റ്റാണ്, നമ്മുടെ ഡോക്യുമെൻറ്റ് ലിസ്റ്റാണ് കിട്ടേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആൻസർ നോ. നെക്സ്റ്റ് അപ്ലൈ ഫോർ എ വർക്ക് പെർമിറ്റ്. നിങ്ങൾക്ക് കോപ്പ് ഉള്ള പ്രോഗ്രാം ആണെങ്കിൽ കോപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്നാണ് നിങ്ങളുടെ കറണ്ട് സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ആവുന്നുള്ളതാണ് ചോദിക്കുന്നത്. സാമ്പിളായിട്ട് നമുക്ക് ചുമ്മാ 2023 ഫെബ്രുവരി കൊടുക്കാം. ഹിറ്റ് നെക്സ്റ്റ്. ഓക്കെ, നമ്മുടെ മെഡിക്കൽ ചെയ്തിട്ടുണ്ടോ? അത് യൂഷ്വലി ഇത് 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അത് എക്സ്പയർ ആവും. സോ അത് ഞാൻ നോ കൊടുക്കുകയാണ്. ഓക്കെ, ഡെസിഗ്നേറ്റഡ് കൺട്രിയിൽ നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഒരു ഡെസിഗ്നേറ്റഡ് കൺട്രിയാണ്. സോ യെസ്. അടുത്തത് നമ്മൾ പ്രീ മെഡിക്കൽ ചെയ്യുന്നുണ്ടോ നോക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നോ കൊടുത്താൽ മതി. ഇനി ആപ്ലിക്കേഷൻ ഫോർ എ ഫാമിലി മെമ്പർ, നോ. നെക്സ്റ്റ്. ഇവിടെ നമുക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല, നമ്മൾ തന്നെയാണ്. സോ നോ. ഇത് നമ്മൾ ഓൾറെഡി ബയോമെട്രിക്സ് നമ്മൾ സ്റ്റഡി പെർമിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. സോ യെസ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഫീസ്, യെസ്, ഐ വിൽ ബി പേയിങ് മൈ ഫീസ്. നെക്സ്റ്റ്, യെസ് കൊടുക്കുക. നെക്സ്റ്റ്, ഇതും യെസ് ആണ്. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത്. സോ യെസ്. ഓക്കെ, ആൻസേഴ്സ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ ഒന്നുകൂടെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ലിസ്റ്റ് വരുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഫോമും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സുമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഓപ്ഷണൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ ആദ്യത്തെ ഫോമും പിന്നെ പാസ്പോർട്ടും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, നമ്മുടെ ഓഫർ ലെറ്റർ അവിടുന്ന് LOA കിട്ടും നമ്മുടെ കോളേജിൽ നിന്ന്, അതാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത്. പ്രൂഫ് ഓഫ് മീൻസ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ
ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡെബിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ GIC എമൗണ്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ബാങ്കിൻ്റെ സമ്മറി കിട്ടും. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് സമ്മറി തരാൻ പറഞ്ഞാൽ അവർ സീലടിച്ച് ഒരു സമ്മറി തരും. ആ സമ്മറി നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി. ഈ ഓപ്ഷണൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമില്ല, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഈ ക്ലയൻറ്റ് ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും പേരൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ. അത് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ആവശ്യമില്ല. സോ 150 CAD ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇനി നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ട് PDF ഏതാണോ അഡോബി വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എറർ വരും. കാരണം ഇത് വാലിഡേഷൻ ഉള്ളൊരു ഫോമാണ്. അപ്പോൾ എറർ വരാൻ സാധ്യതയുണ്ട്. സോ എന്തെങ്കിലും റീനെയിം ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലോ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം വ്യൂർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. അതായത് അഡോബി വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ UCI ആണ്. UCI നമ്പർ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്റ്റഡി പെർമിറ്റിലുണ്ട്. ആ UCI നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷൻ ഇംഗ്ലീഷിൽ വേണം നമുക്ക്. സോ ഇംഗ്ലീഷ്. ഇത് ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഫാമിലി നെയിം, ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും എൻട്രി ചെയ്ത് കൊടുക്കുക. നിക് നെയിം നോ. എന്തെങ്കിലും നിക് നെയിം ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഈ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടിലുണ്ടാവും. കൺട്രി ഓഫ് ടെറിട്ടറി ഇന്ത്യ, സിറ്റിസൺഷിപ്പ് ഇന്ത്യ. സോ കറണ്ട് കൺട്രി ഓഫ് റെസിഡൻസ് കാനഡയാണ്. സ്റ്റാറ്റസ് സ്റ്റുഡൻറ്റ്. ഇത് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്പയറി ആണ് നോക്കുന്നത്. എന്ന് തൊട്ട് എന്ന് വരെയാണ് എക്സ്പയറി എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് 2022 ജൂൺ കൊടുക്കാം. ജൂൺ. പ്രീവിയസ് ടെറിട്ടറീസ് ഓഫ് റെസിഡൻസ് ഡ്യൂറിങ് ദ ഫാസ്റ്റ് 5 years. നമ്മൾ ഏതെങ്കിലും കൺട്രി, അത് നമ്മുടെ സിറ്റിസൺഷിപ്പ് ഉള്ള കൺട്രീസിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലാണ്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നിട്ടാണോ ചോദിക്കുന്നത്. ഞാനിവിടെ നോ കൊടുക്കണം. ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക അവിടെ. ഓക്കെ. ഇത് ഞാൻ നോ കൊടുക്കുകയാണ്. നേറ്റീവ് മദർ ടങ്ക് മലയാളമാണ്. ഇംഗ്ലീഷ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി IELTS ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് യെസ് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ എൻട്രി ചെയ്യുക. കൺട്രി ഓഫ് ടെറിട്ടറി ഓഫ് ഇഷ്യൂ ഇന്ത്യ ഓഫ് കോഴ്സ്. ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും പാസ്പോർട്ടിൽ നോക്കി എൻട്രി ചെയ്ത് കൊടുക്കുക. താഴത്തെ ഓപ്ഷൻസൊക്കെ ഗ്രേഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് നോ കൊടുക്കുക. കാരണം കനേഡിയൻ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ അവിടെ കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. സോ ഇനി അടുത്തത് കോൺടാക്ട് ഇൻഫർമേഷനകത്ത് എവിടെയാണോ താമസിക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക. ഇനി റെസിഡൻഷ്യൽ അഡ്രസ്സ് സെയിം ആണ്. സോ ഞാൻ താമസിക്കുന്ന അഡ്രസ്സാണ്, എൻ്റെ മെയിലിംഗ് അഡ്രസ്സ് എല്ലാം സെയിം ആണ്. ഇനി നമ്പർ, കനേഡിയൻ നമ്പർ കൊടുക്കുക. ഇനി അടുത്തത് ഇമെയിൽ അഡ്രസ്സാണ്. ഇനി ഡേറ്റ് ഓഫ് പ്ലേസ് ഓഫ് ഒറിജിനൽ എൻട്രി. നമ്മൾ എന്നാണ് കനേഡിയൻ പോർട്ടിൽ, അതായത് ടൊറോണ്ടോ എയർപോർട്ടിൽ എന്നാണ് നമ്മൾ എൻട്രി ചെയ്യുന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ടൊറോണ്ടോ. ഇത് സ്റ്റഡി കൊടുക്കുക. ബാക്കി നോക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി പെർമിറ്റിൻ്റെ ഡോക്യുമെൻറ്റ് നമ്പറാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റഡി പെർമിറ്റ് ഡോക്യുമെൻറ്റ് നമ്പർ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റഡി പെർമിറ്റിൻ്റെ ഡോക്യുമെൻ്റ്, സ്റ്റഡി പെർമിറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ടോപ്പ് റൈറ്റിൽ റെഡ് കൊണ്ട് എഴുതിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്പർ കാണും. ആ ഡോക്യുമെൻറ്റ് നമ്പറാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. സോ ഇവിടെ ജസ്റ്റ് ഡോക്യുമെൻറ്റ് നമ്പർ കൊടുക്കുക, ഒരു സാമ്പിളായിട്ട് ചുമ്മാ. ഓക്കെ. ഡോക്യുമെൻറ്റ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് ഓഫ് ഇൻ്റർനെറ്റ് സ്റ്റഡി ഇൻ കാനഡ, നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിനി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. ജസ്റ്റ് ഇപ്പോൾ ഫാൻഷെ കോളേജ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഫാൻഷെ കോളേജ്. ലെവൽ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഞാൻ സർട്ടിഫിക്കറ്റ് സ്റ്റഡിയാണ് പഠിക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡിപ്ലോമ. നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അതനുസരിച്ചുള്ള സെലക്ഷൻ എടുക്കുക. ഫീൽഡ് ഓഫ് സ്റ്റഡി ഞാനിപ്പം എംബഡഡ് സിസ്റ്റമോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ സയൻസ്, അപ്ലൈഡ് സയൻസ് ആണ്. അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ ബിസിനസ് എടുക്കുക. ഞാനിപ്പോൾ സയൻസ് അപ്ലൈഡ് എടുക്കുകയാണ്. പ്രൊവിൻസ് ഒണ്ടാരിയോയിലാണിത്. സോ ഒണ്ടാരിയോ. സിറ്റി ഓഫ് ടൗൺ ലണ്ടൻ ആണ്. ലണ്ടൻ സെലക്ട് ചെയ്യുക.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിൻ്റെ അഡ്രസ്സ്. ഇനി അടുത്തത് നമ്മുടെ DLA ആണ്. DLA നിങ്ങളുടെ യൂഷ്വലി സ്റ്റഡി പെർമിറ്റ് അല്ല ഓഫർ ലെറ്ററിൽ കാണും. ഇല്ലെങ്കിൽ ഗൂഗിളിൽ ഫാൻഷയുടെ DLA സെർച്ച് ചെയ്യാൻ പറ്റും. ഫാൻഷയുടെ എന്നല്ല, എല്ലാ ഒണ്ടാരിയോ എന്ന് മാത്രമല്ല എല്ലാ കാനഡയിലുള്ള എല്ലാ കോളേജിനും DLA ലിസ്റ്റ് IRCCയുടെ വെബ്സൈറ്റിൽ കിട്ടും. സോ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു സൈറ്റിൽ പോയി ഒണ്ടാരിയോ എടുത്തു. ഫിൽറ്ററിനകത്ത് ഫാൻഷ കോളേജ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ക്യാമ്പസ് ലണ്ടൻ മെയിൻ ക്യാമ്പസാണ്. സോ ആ DLA ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് പേസ്റ്റ് ചെയ്യും. സ്റ്റുഡൻറ്റ് ID ആണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സെയിം കോളേജ് ആണെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് ID കാണും. ഇല്ലെങ്കിൽ ഓഫർ ലെറ്ററിനകത്തുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അത് ലീവ് ചെയ്യുക. ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് എക്സ്പെക്ട് സ്റ്റഡി ഓഫർ ലെറ്ററിനകത്ത് ഉണ്ടാവും ഇതും. സോ അത് നോക്കി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത കോസ്റ്റ് ഓഫ് സ്റ്റഡീസ്, ഇതിൻ്റെ ട്യൂഷൻ എത്രയാണെന്ന് ഓഫർ ലെറ്റർ നോക്കി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് യൂഷ്വലി നമ്മൾ 5,000 ആണ് കാണിക്കുന്നത്. കാരണം GIC എമൗണ്ട് $10,000 പകുതി 5,000 കാണിച്ചാൽ മതി. ഇവിടെ എഴുതിയാൽ മതി. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവണം എന്നുമില്ല, അത് നിർബന്ധമൊന്നുമില്ല. ഞാനൊക്കെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ $2,000 ഞാൻ കാണിച്ചിട്ടുള്ളായിരുന്നു. സോ അത് വലിയ പ്രശ്നമില്ലായിരുന്നു. സോ എക്സ്പെൻസസ് വിൽ ബി പെയ്ഡ് ബൈ മൈസെൽഫ്. ഓക്കെ, വർക്ക് പെർമിറ്റ് നമുക്ക് കോപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. സോ ഈ ഓപ്ഷൻ നോ ആണ്. കോപ്പ് ഉള്ളവർ യെസ് കൊടുക്കുക. ഓക്കെ, അടുത്ത എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾ എംപ്ലോയിഡ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എംപ്ലോയ്മെൻ്റ് ഒന്നും ഇല്ലയെന്ന് ഞാൻ ജസ്റ്റ് വെക്കുകയാണ്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ്. ഇത് നോ, ട്യൂബർക്കുലോസ് ഒന്നും ഇല്ലെങ്കിൽ നോ കൊടുക്കുക. സോ സെക്കൻഡ് ഓപ്ഷൻ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ നോ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് റിഫ്യൂസ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഏതെങ്കിലും സ്റ്റഡി പെർമിറ്റ് റിഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എപ്പോഴും യെസ് ആണ്. ഓൾറെഡി നമ്മൾ സ്റ്റഡി പെർമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഓപ്ഷന് നമ്മൾ 2C കൊടുത്തിട്ട് അപ്ലൈഡ് ഫോർ സ്റ്റഡി പെർമിറ്റ് ഇൻ ഏത് ഇയർ ആണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ. സോ അടുത്ത എല്ലാ ഓപ്ഷൻ നോ കൊടുക്കുക. എവർ ഫിറ്റ്നസ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് നോ കൊടുക്കുക. സോ ഇത് യെസ് കൊടുക്കുക, കൺസെൻറ്റ് ചെയ്യുക. ഇവിടെ സിഗ്നേച്ചറിന് പകരം നമ്മുടെ പേര് എഴുതിയാൽ മതി. സോ നമ്മുടെ പേര്, അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്. സോ ഇനി വാലിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയൊക്കെ എറർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ ഒരു എറർ ടെലിഫോൺ നമ്പറിൻ്റെ എററാണ്. ഞാനവിടെ ടൈപ്പ് കൊടുത്തിട്ടില്ല. സോ ടൈപ്പ് ഓഫ് നമ്പർ, ഓക്കെ, സെല്ലുല ഒന്നുകൂടെ കൊടുക്കുക. സോ അടുത്ത വാലിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തോ ഒരു റോങ്, ഓക്കെ, അത് യെസ് കൊടുക്കുക, പ്രൈമറിയാണ്. ഇനി വാലിഡേറ്റ് ചെയ്ത് കൊടുത്ത് നോക്കുക. സോ വാലിഡേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്കൊരു ബാർകോഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ബാർകോഡ്. ഈ ബാർകോഡ് വരണം. ഈ ബാർകോഡ് വെച്ചില്ല എങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് സേവ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോവുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് കൊടുക്കുക. ഇത് 4 MB വരെ ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് പാടുള്ളൂ. 4 MB കൂടുവാണെങ്കിൽ നിങ്ങളത് കംപ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത് നമ്മുടെ പാസ്പോർട്ട്, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസും പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമ്മളെല്ലാ ഡോക്യുമെൻറ്റും ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പേ ചെയ്യാം. $150 ആണ്. സോ നെക്സ്റ്റ് ചെയ്യുക. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയിട്ട് സൈൻ ചെയ്യുക. അത് ഐ അഗ്രി എന്ന് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ യൂസ്വലി GCക്ക് സൈൻ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് സെക്യൂരിറ്റി ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് നോക്കുക. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. ഒരിക്കലും GCയുടെ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കളഞ്ഞു പോരുത്, കയ്യിലുണ്ടാവണം. സോ അടുത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് പേ. ഇനി നിങ്ങൾ സമ്മറി ഓഫ് ഫീസ് കാണും. സമ്മറി ഓഫ് ഫീസിൻ്റെ അടിയിൽ ഒരു തവണയും കൂടെ ട്രാൻസ്മിറ്റ് ആൻഡ് പേ ക്ലിക്ക് ചെയ്യുക. ഇനി പേയ്മെൻറ്റ് പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കാം. കനേഡിയൻ ഡെബിറ്റ് കാർഡോ കനേഡിയൻ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് വേണം ഇത് പേ ചെയ്യാനായിട്ട്. സോ കാർഡ് നമ്പറും ഡീറ്റെയിലും എല്ലാം എൻ്റർ ചെയ്ത് ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ $150 നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അങ്ങനെ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷന് അപ്ലൈ ആകും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ. നിങ്ങൾക്ക് സുഖമായി 1 മണിക്കൂർ മെനക്കെട്ടിരുന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. കുറച്ച് ഡിലേ ഉണ്ടാകും, കാരണം ഞാനിപ്പോൾ നാട്ടിലാണ്, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഒരു 5-6 മാസത്തേക്ക് ഞാനും നാട്ടിലുണ്ടാവും. കുറച്ച് ഡിലേ പ്രതീക്ഷിക്കുക, അവിടുത്തെ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.